ഈശോയോട് ഒത്തിരി ചേർന്ന് നിൽക്കുന്ന ഇടുക്കിയിൽ നിന്നുള്ള ഒരു കുടുംബമാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് അവരെ പരിചയപ്പെടാം. കുഞ്ഞ്, പേരെന്നാടാ? ഗോഡ്സിന ബാബു. ആണോ? പപ്പയുടെയും ചേച്ചിമാരുടെയും ചേട്ടന്റെയും പേരെന്നാ? ബാബു പൊന്നോത്ത്, ഗോയ ചേച്ചി, ഗോസ്പൽ ചേട്ടായി, ജോയൽ ഉണ്ണി. ഓക്കെ. ഇവിടെ ഇവിടെ വന്നിട്ട് എന്നാ കൊച്ചിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടെ? ഡാൻസും പാട്ടും. ക്രിസ്റ്റീനൊക്കെ പോയായിരുന്നോ? എത്ര ദിവസമായി ഇപ്പൊ ഇവിടെ വന്നിട്ട്? 2 ദിവസമായി. ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ടോ കൊച്ചിന്? ആ ഈശോയെ ഒത്തിരി ഇഷ്ടമാണോ? ആ ഈശോയെ ഇഷ്ടപ്പെടാൻ കാരണം എന്നാ? ഈശോ നമുക്ക് വേണ്ടി മരിച്ചത് ഉയർത്തെണീറ്റിട്ടുണ്ട്. ഈശോയെ നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഈശോയെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ മോളെ? ഇപ്പോൾ നമുക്ക് ഈ ഒരു അവധിക്കാലമാണ്, നമുക്ക് ചിലപ്പോൾ ടൂർ പോകാനും അതേപോലെ കളിക്കാനും വീട്ടിലിങ്ങനെ അടിച്ചു പൊളിക്കാനൊക്കെ ഒത്തിരി ഒരു അവസരം ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ കുടുംബമായിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്തായിരുന്നു അതിന് പ്രചോദനമായത്? കാരണം ഞങ്ങൾ എല്ലാ മാസം 13-ാം തീയതി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ഇവിടെ വന്ന് ആ പ്രാർത്ഥന ഇച്ചിരിയോടെ മെച്ചപ്പെടുത്താൻ തോന്നി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നതാണ്. ഈശോയോട് നിങ്ങൾക്കൊരു പേഴ്സണൽ അനുഭവം ഉണ്ടോ മോനെ? ഉണ്ട്. അത് ഈ വീട്ടിൽ നിന്നുള്ള ഒരു വീട്ടിൽ നിന്ന് പപ്പയും അമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു അനുഭവമാണോ? ഒരു കുഞ്ഞനുഭവം പറയാവോ? പരീക്ഷാ സമയത്ത് ഞങ്ങൾ ഇന്ന് കൊന്ത കൊണ്ടുപോകും, എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് എഴുതും. അന്നേരം പിന്നെ പരീക്ഷയ്ക്ക് തോക്കാതിരിക്കും. ചോദിക്കും. ഓക്കെ ചേട്ടാ, ഈ മക്കളെ 3 പേരെയും ഈശോയോട് ചേർത്ത് നിർത്തി വളർത്താന്ന് പറയുന്ന ആ ഒരു കുടുംബത്തിലെ ഒരു കരിസ്മാറ്റിക് ഒരു ഇതിലൂടെ വളർത്തുക എന്നുള്ളത് ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ അതും ചേച്ചി ഇസ്രായേലിലാണെന്നാണ് പറഞ്ഞത്. സോ എങ്ങനെയാണ് ഇത് ഈ മൂവ്മെന്റിനോട് ചേർത്ത് നിർത്തി ഇവരെ വളർത്തുന്നത്? ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് മുമ്പ് സ്തുതിച്ച് പ്രാർത്ഥിച്ചാണ് കുരിശുവര പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ. പിന്നെ ഞാൻ ഒരിക്കലും പിള്ളേരോട് പള്ളി വാടാന്ന് പറയാറില്ല. മറിച്ച് ഞാൻ റെഡിയായിട്ട് ഞാൻ പള്ളി പോവുകയാണ്, നിങ്ങൾ വരുന്നോ എന്ന് ചോദിക്കാറേ ഉള്ളൂ. അപ്പോൾ ഇവർ 3 പേരും എഴുന്നേറ്റ് പള്ളി വരാറുണ്ട്. ഒന്നും നിർബന്ധിക്കാറില്ല. അവർ ചെയ്യുന്നത് കണ്ടിട്ട് അവർ പുറകെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഒരു അനുകരണമാണല്ലോ കുട്ടികൾ കൂടുതലും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ പള്ളിയിലേക്ക് നേരത്തെ പോകുന്നു, കുട്ടികളും തൊട്ട് പുറകെ തന്നെ വരാനായിട്ട് മനസ്സ് കാണിക്കണം. ഇപ്പോൾ 13-ാം തീയതിയുടെ എന്തോ കാര്യം മോളിങ്ങനെ പറയുന്നുണ്ടായി, അതെന്താണെന്ന് പറയാമോ ചേട്ടാ? കഴിഞ്ഞ 20 വർഷമായിട്ട് എല്ലാ മാസവും 13-ാം തീയതി ഞങ്ങൾ 7 മക്കളാണ്. ഒരാൾ മരിച്ചുപോയ ആൾ എൻ്റെ നേരെ മൂത്ത ആളാണ്. അദ്ദേഹമാണ് അമ്മയ്ക്കൊരുമ്മ റോസാപ്പൂവെ പാട്ടിൻ്റെ നെക്കിലൊക്കെ പാടിയത്. അപ്പോൾ ബാക്കി 6 പേരും, മൂത്ത ആൾ തൊടുപുഴ, ഒരാൾ ഒഴുവൂർ, ഒരാൾ കോതമംഗലം, ഒരാൾ കഞ്ഞിക്കുഴി, ദൂരദേശത്താണ് താമസിക്കുന്നത്. അവരെല്ലാവരും എല്ലാ മാസവും 13-ാം തീയതി രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കും വരും. വൈകുന്നേരം വരെ 4 മണി വരെ ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥനയാണ്. അപ്പോൾ അമ്മയും മക്കളെല്ലാവരും കൂടി ഒന്ന് ചേർന്ന് കഴിഞ്ഞ 20 വർഷമായിട്ട് പ്രാർത്ഥനയിലുണ്ട്. ഒപ്പം ഒരു 12 വർഷം മുമ്പ് ബെന്നി പുന്നത്തറ സാറ് ഒരു അൽമായ പുരസ്കാരം നേടിയപ്പോൾ ഞാൻ ജെറൂഷമ ശിലയിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു. റിസപ്ഷനിൽ ഞാനായിരുന്നു. അദ്ദേഹം എന്നോട് അന്ന് ചോദിച്ചു, 12 വർഷം മുമ്പ് സംസാരിച്ചിരുന്നപ്പോൾ, ബാബു 13-ാം തീയതി എന്താണ് പ്രത്യേകത എന്ന്. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമായിരുന്നു. കാരണം നമ്മുടെ പ്രാർത്ഥനയെ ദൈവം മറ്റൊരാളിലൂടെ കാണുന്നുണ്ട് എന്നുള്ള വലിയ ബോധ്യം. അന്നെല്ലാവരും സന്തോഷത്തോടെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. ഈശോയെ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. അന്ന് അദ്ദേഹം പിന്നെ സാറ് പറഞ്ഞായിരുന്നു, ഇടയ്ക്കെപ്പോഴേലും പറയണമേ എന്ന്. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു അത് ദൈവം സമയത്ത് വെളിപ്പെടുത്തി തരും, അത് മതി, നമ്മളായിട്ട് പറയണ്ട എന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അപ്പോൾ അതായത് ചിലപ്പോൾ 13-ാം തീയതി നമുക്ക് തിരക്കുകളൊക്കെ ഉള്ള ദിവസമായിരിക്കാം. പക്ഷെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് കർത്താവിന് വേണ്ടിയിട്ട് ആ കുടുംബം മൊത്തം ഈ ഒരു ദിവസം കൊടുക്കാനായിട്ടുള്ളൊരു പ്രചോദനം നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. എന്തെങ്കിലും ഒരു അനുഭവം ആയിരിക്കാം ചിലപ്പോൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്രയും വലിയൊരു പ്രചോദനമോ ഒരു അനുഭവം ഇല്ലാതെ നിങ്ങൾ എല്ലാം മാറ്റിവെച്ച് ഇങ്ങനെ ചെയ്യില്ല, അതെന്താണെന്നൊന്ന് ഷെയർ ചെയ്യാം. ഇളയ പെങ്ങൾ, അവൾ BSc നേഴ്സായിരുന്നു. തലവേദന വന്ന് പല ഹോസ്പിറ്റലുകളിൽ ചികിത്സിച്ചു. മെനിഞ്ചൈറ്റിസ് ആയിരുന്നു. ലേറ്റായി അറിഞ്ഞപ്പോഴേക്കും. അപ്പോൾ ആൾ അബോധാവസ്ഥയിലായി മരിച്ചു എന്ന് പറഞ്ഞ് എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ നിന്നും സ്ട്രെച്ചറിൽ ആൾ മരിച്ചതാണെന്ന് പറഞ്ഞ് മുഖം മൂടി കൊണ്ടുവന്നപ്പോൾ പരിശോധിച്ച് ചികിത്സിച്ചിരുന്ന ഡോക്ടറോട് പറഞ്ഞു, ഇത് നമ്മുടെ സിനിമോളാണ്. അപ്പോൾ അവൾ പാടിയ പാട്ടാണ് എല്ലാ ദിവസവും രാവിലെ ഇട്ടുകൊണ്ടിരുന്നത്. ICUലായിരുന്നു. സിനിയാന്ന് പറഞ്ഞ് ഡോക്ടർ കാണട്ടെ എന്ന് പറഞ്ഞ് മുഖം മാറ്റിയപ്പോൾ ഡോക്ടർ അറിഞ്ഞു, കണ്ണ് മറിയുന്നത് ഡോക്ടർ കണ്ടു.
ഡോക്ടർ അവരെ തട്ടി മാറ്റി സ്ട്രെച്ചർ ഉന്തിക്കൊണ്ട് ICUയിലേക്ക് പോയി പെട്ടെന്ന് ഓക്സിജൻ മാസ്ക് എടുത്ത് വെച്ചു. 15 വർഷക്കാലം വീണ്ടും അവൾ ജീവിച്ചു. അന്ന് ഞങ്ങൾ തുടങ്ങിയ പ്രാർത്ഥനയാണിത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ 29 ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്നപ്പോൾ ഞങ്ങളൊരു കർഷക ഫാമിലിയാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു 3 കുടി ജംഗ്ഷനിലാണ്. 3 മണി സമയത്ത് ഞങ്ങൾ കർണക്കുന്ന് ചെല്ലും. കർണക്കുന്ന് ചെല്ലുമ്പം ഞങ്ങൾ തന്നെയല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ചാണ് കൂടുന്നത്. ഒപ്പം അവിടെ ഈ പശുവിനെ കറന്നിട്ട് സൊസൈറ്റി പാലളക്കാൻ പോകുന്ന 10-12 ചേച്ചിമാരും ചേട്ടന്മാരും കൂടി അവർ നേരത്തെ വരും പശുവിനെ കറന്ന്, എന്നിട്ട് ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തുടങ്ങിയതാണ് മാസത്തിൽ ഒരു ദിവസം പ്രാർത്ഥിക്കാമെന്ന്. അപ്പോൾ ഓരോരുത്തരും ഓരോ ദിവസം പറയുമ്പോൾ ഓരോ പ്രോഗ്രാം എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ലാസ്റ്റ് ഈശോ പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം തീരുമാനിച്ച് എനിക്ക് വേണ്ടി മാറ്റാം. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ മരിച്ചുപോയ പെങ്ങൾ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ണടച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു ഉള്ളം കയ്യിൽ ഒരു പരിശുദ്ധ ഒരു പ്രാവ് വന്ന് എഴുതിയിട്ട് പോയി 13-ാം തീയതി എന്ന്. അന്ന് തൊട്ട് ഞങ്ങൾ 13-ാം തീയതി. ഞാൻ ശുചിത്വ മിഷനിലാണ് ജോലി ചെയ്യുന്നത്. IECയുടെ ചാർജുണ്ട്, ക്ലാസ് സെമിനാറൊക്കെ ആയിട്ട്. പക്ഷേ അന്നത്തെ ദിവസം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും സഭ കഴിഞ്ഞ് സർക്കാരുള്ളൂ എന്ന്. അന്നത്തെ ദിവസം എങ്ങും പോകാറില്ല, വീട്ടിൽ പ്രാർത്ഥനയിലായിരിക്കും. താങ്ക് യു ചേട്ടാ. ഇങ്ങനെയൊരു സുവിശേഷ കുടുംബത്തെ ആക്ച്വലി കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അത് ഒത്തിരി ആൾക്കാർക്ക് പ്രചോദനമാവുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളും സുവിശേഷം നൽകുന്ന കുടുംബങ്ങളാകട്ടെ എന്ന് ആശംസിക്കുകയാണ്.